നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ ഇൻക്വിലാബ് മഞ്ച് വിദ്യാർത്ഥി നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദി കടുത്ത ഇന്ത്യ വിരുദ്ധ മനോഭാവമാണ് ഇയാൾ വെച്ചു പുലർത്തിയിരുന്നത്. ഒടുവിൽ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നൊരു ഭൂപടം ഇയാൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. ഇന്ത്യയുടെ പല ഭാഗങ്ങളും തങ്ങളുടെ ബംഗ്ലാദേശിലേക്ക് കൂട്ടിച്ചേർക്കുമെന്ന വെല്ലുവിളി. അങ്ങനെ ഇന്ത്യയെ മുറിച്ചെടുക്കാനിറങ്ങിയ ആ വിദ്യാർത്ഥി നേതാവ് ഇതാ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു. അജ്ഞാതരാണ് ഉസ്മാൻ ഹാദിയെ കൊലപ്പെടുത്തിയത്. ഇക്കഴിഞ്ഞ ആഴ്ച ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ ബംഗ്ലാദേശ് കൂട്ടിച്ചേർക്കുമെന്ന തലത്തിൽ ഇയാൾ സമൂഹമാധ്യമങ്ങളിൽ ഒരു മാപ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു. ഇന്ത്യയെ കീറിമുറിക്കാനിറങ്ങിയ ഉസ്മാൻ ഹാദിയെ അന്ന് തന്നെ ഇന്ത്യ നോട്ടമിട്ടിരുന്നു. അതിശക്തമായ വികാരമാണ് ചിലർ സമൂഹമാധ്യമങ്ങളിൽ പ്രകടിപ്പിച്ചത്. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ നിന്ന നേതാവ് ഇപ്പോഴിതാ ഇയാളുടെ കൊലപാതകത്തിൽ കത്തിയാളുകയാണ് ബംഗ്ലാദേശ്. വരുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇരിക്കവെയാണ് ഷെരീഫ് ഉസ്മാൻ ഹാദി അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. മുഖംമൂടിധാരികളുടെ വെടിയേറ്റാണ് ഉസ്മാൻ ഹാദി കൊല്ലപ്പെട്ടത് എന്ന് ബംഗ്ലാദേശിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. കൊലയാളികൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തുവെന്നാണ് ബംഗ്ലാദേശ് പറയുന്നത്. ഇപ്പോഴിതാ കൊലയാളികൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് വലിയ പ്രക്ഷോഭം ധാക്കയിൽ നടക്കുന്നു. വിദ്യാർത്ഥി നേതാവിന്റെ മരണം പുറത്തുവന്നതോടെ പ്രതിഷേധക്കാർ തെരുവിലിറങ്ങി. ബംഗ്ലാദേശിലെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെയും ആക്രമണങ്ങൾ. നിരവധി മാധ്യമ സ്ഥാപനങ്ങൾ കത്തിച്ചു. ഇക്കഴിഞ്ഞയാഴ്ചയാണ് ഉസ്മാൻ ഹാദിയുടെ തലയ്ക്ക് നേരെ അജ്ഞാതർ വെടിയുതിർക്കുന്നത്. തുടർന്ന് സിംഗപ്പൂരിലെ ആശുപത്രിയിലേക്ക് ചികിത്സാർത്ഥം മാറ്റി. വ്യാഴാഴ്ച രാത്രിയാണ് മരണം സംഭവിച്ചത്. മരണവാർത്ത അറിഞ്ഞെത്തിയ പ്രതിഷേധക്കാർ രാത്രി വൈകി നിരത്തുകൾ കീഴടക്കി. മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ വലിയ ആക്രമണങ്ങൾ നടത്തി. താക്കയിലെ ഷബാഗ് മേഖലയിൽ തടിച്ചുകൂടിയ പ്രതിഷേധക്കാർ വലിയ സമരാഹ്വാനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കുറ്റവാളികളെ ഇന്ത്യയിൽ കടന്നും പിടികൂടണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നു. കൊലയാളികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസ് പരാജയപ്പെട്ടുവെന്ന ആരോപണമാണ് അവർ ഉയർത്തുന്നത്. പ്രമുഖ ബംഗ്ലാദേശ് പത്രമായ പ്രോഥം അലോയുടെയും ദ ഡെയിലി സ്റ്റാറിന്റെയും ധാക്കയിലെ ഓഫീസുകൾ ആക്രമിച്ചു. പത്രം ഓഫീസിലേക്ക് ഇരച്ചു കയറിയ പ്രതിഷേധക്കാർ കെട്ടിടം അടിച്ചു തകർക്കുകയും തുടർന്ന് തീയിടുകയും ചെയ്തു. 32-കാരനാണ് ഹാദി. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ഇൻക്വിലാബ് മഞ്ചിന്റെ മുതിർന്ന നേതാവും ഇയാൾ തന്നെ. നേരത്തെ മുതൽ ഷെയ്ഖ് ഹസീനയുടെ കടുത്ത വിമർശകനായിരുന്നു. ഇന്ത്യക്കെതിരെ വിഷലിപ്തമായ നിരവധി പ്രസംഗങ്ങൾ. അടുത്ത കാലത്ത് ഇയാൾ ചർച്ചയിലേക്ക് കടന്നുവരുന്നത് വടക്കുകിഴക്കൻ ഇന്ത്യയെ ബംഗ്ലാദേശിന്റെ ഭാഗമായി കാണിക്കുന്ന ഒരു ചിത്രം തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിന്റെ പേരിലാണ്. മുഹമ്മദ് യൂനുസിനെ പോലെ ഇയാളും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ലക്ഷ്യം വെച്ചിരുന്നു. വളരെ ജാഗ്രതയോടെ ഇയാളുടെ നീക്കങ്ങൾ ഇന്ത്യയും നേരത്തെ നോക്കിക്കണ്ടിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ 15 വർഷ ഭരണം അവസാനിപ്പിച്ച വിദ്യാർത്ഥി നേതാവ് എന്ന പേരിൽ ഇയാൾ ഏറെ പ്രശസ്തനാണ്. അവാമി ലീഗിനെ തകർക്കാനുള്ള ശ്രമങ്ങളുടെ മുൻപന്തിയിൽ നിന്നിരുന്ന തീവ്രവാദ സംഘടനയായി മുദ്രകുത്തപ്പെട്ട വിദ്യാർത്ഥി പ്രതിഷേധ ഗ്രൂപ്പായിരുന്നു ഇൻക്വിലാബ് മഞ്ച്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിട്ടും മുഹമ്മദ് യൂനുസ് സർക്കാർ ഹാദിയുടെ പാർട്ടി പിരിച്ചുവിട്ടു. ദേശീയ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിൽ നിന്ന് ഹാദിയെ വിലക്കി. എന്നാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഹാദി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപനം നടത്തി. താക്ക 8 നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇയാൾ പ്രചരണവും തുടങ്ങിവെച്ചിരുന്നു. 1994 ജലോഖതി ജില്ലയിലെ നാൽച്ചിറ്റി ഉപസിലയിൽ ഒരു മുസ്ലിം കുടുംബത്തിൽ ഇയാൾ ജനിച്ചു. ചെറുപ്പം മുതൽ കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാട്. നിരവധി റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ പ്രദേശത്തുള്ള ഗ്രേറ്റർ ബംഗ്ലാദേശിന്റെ ഭൂപടങ്ങൾ നിരന്തരം ഇയാൾ പങ്കുവച്ചിരുന്നു. ഫെബ്രുവരി 12-നാണ് ബംഗ്ലാദേശിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഊർജ്ജസ്വലമായി പങ്കെടുക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിത ആക്രമണം. ഡിസംബർ 12-ന് ധാക്കയിലെ പള്ളിക്കടുത്തുള്ള പൽത്താൽ പ്രദേശത്തെ കൽവട്ട് റോഡിൽ ഒരു ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയായിരുന്നു ഇയാൾ. അജ്ഞാതരായ തോക്കുധാരികൾ ഇയാളുടെ തലയ്ക്ക് നേരെ വെടിവെച്ചു. ചെവിക്കാണ് വെടിയേറ്റത്. പിന്നീട് എവർ കെയർ ആശുപത്രിയിലേക്ക് മാറ്റി. ബംഗ്ലാദേശിലെ ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ നില വളരെ ഗുരുതരമാണ് എന്ന റിപ്പോർട്ട് നൽകി. തുടർന്ന് ജീവൻ രക്ഷിക്കാൻ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഹാദിയെ വെടിവെച്ച അക്രമികൾക്ക് വേണ്ടി ശക്തമായ തിരച്ചിൽ തുടരുന്നുവെന്ന് മുഹമ്മദ് യൂനുസ് പറയുന്നു. 2 പ്രധാന പ്രതികളുടെ ഫോട്ടോകൾ പുറത്തുവിട്ടു. ഇവരെ അറസ്റ്റ് ചെയ്യുന്നവർക്ക് വലിയ പാരിതോഷികവും പ്രഖ്യാപിച്ചു. 5 ദശലക്ഷം ധാക്കയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പാരിതോഷികം. അതിർത്തി സുരക്ഷാ സേന അതീവ ജാഗ്രതയോടെ പരിശോധനകൾ തുടരുന്നുവെന്ന് ബംഗ്ലാദേശ് സർക്കാർ. മുഹമ്മദ് യൂനുസ് ഹാദിയുടെ മരണത്തിൽ അനുശോചനമറിയിക്കുന്നു.
തുടർന്ന് അനുശോചനത്തിന്റെ ഭാഗമായി വിദേശത്തുള്ള എല്ലാ സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ കെട്ടിടങ്ങളിലും ബംഗ്ലാദേശ് മിഷനുകളിലും ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടണമെന്ന് അഭ്യർത്ഥിച്ചു. രക്തസാക്ഷി ഉസ്മാൻ ഹാദിയുടെ ഭാര്യയുടെയും ഏക കുഞ്ഞിന്റെയും ക്ഷേമത്തിനുള്ള ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കുമെന്ന് മുഹമ്മദ് യൂനുസ് പ്രഖ്യാപിച്ചു. ശനിയാഴ്ച ഒരു ദിവസ ദേശീയ ദുഃഖാചരണം മുഹമ്മദ് യൂനുസ് പ്രഖ്യാപിക്കുന്നു. ഈ അവസരത്തിൽ സർക്കാർ, അർദ്ധ സർക്കാർ, സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതു സ്വകാര്യ കെട്ടിടങ്ങൾ, വിദേശത്തുള്ള ബംഗ്ലാദേശ് മിഷനുകൾ എന്നിവിടങ്ങളിലൊക്കെ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടുമെന്നും മുഹമ്മദ് യൂനുസ്. ഷെയ്ഖ് ഹസീനയുടെ സ്ഥാനപ്രശ്നത്തിന് ശേഷം ബംഗ്ലാദേശിൽ ഇപ്പോൾ തീവ്ര ഇസ്ലാം വർദ്ധിച്ചു വരികയാണ്. 1971 വിമോചന യുദ്ധത്തിന്റെ പൈതൃകം തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ അതിശക്തമായി അവിടെ തുടരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള പൂർണ്ണമായ അകൽച്ച, അതാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ലക്ഷ്യമിടുന്നത്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ വേദികളിൽ നിന്ന് തുടർച്ചയായി ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളാണ് ആവർത്തിക്കുന്നത്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയെക്കുറിച്ച് പ്രകോപനപരമായ പ്രസ്താവനകൾ സ്ഥിരമായി വരുന്നു. ഹാദിക്കെതിരായി ആക്രമണം നടന്നതിന് ദിവസങ്ങൾക്കുള്ളിൽ ധാക്കയിലെ മുഹമ്മദ് യൂനുസ് ഭരണകൂടം ഇന്ത്യയുടെ ഒരു അഭ്യർത്ഥനയുമായി കടന്നുവന്നു. അക്രമികൾക്ക് ഇന്ത്യയുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഇന്ത്യ നിഷേധിച്ചു. ഈ ക്രൂര കൊലപാതകത്തിൽ പങ്കെടുത്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് മുഹമ്മദ് യൂനുസിന്റെ പ്രതിജ്ഞ. അവരോട് ഒരു ദാക്ഷിണ്യവും കാട്ടില്ല. രക്തസാക്ഷി സഹോദരൻ ഹാദിയുടെ ഘാതകരെ ഇന്ത്യ തിരികെ കൊണ്ടുവരുന്നതുവരെ ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടച്ചിട്ടിരിക്കുമെന്ന് NCP പ്രസിഡന്റ് സർജിസ് അലം ഫേസ്ബുക്കിൽ കുറിച്ചു. ഇത്തരമൊരു സംഭവം ഉണ്ടായില്ല എങ്കിൽ ഒരിക്കലുമില്ല എന്നാണ് അയാൾ ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. കൊലപാതകികൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തുവെന്ന ബംഗ്ലാദേശിന്റെ ആരോപണം പൂർണ്ണമായി ഇന്ത്യ നിഷേധിക്കുന്നു. യൂനുസിനും അദ്ദേഹത്തിന്റെ ഇടക്കാല സർക്കാരിനും പൂർണ്ണ പിന്തുണ നൽകിയ മാധ്യമ സ്ഥാപനങ്ങളെയാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ ആക്രമിച്ചിരിക്കുന്നത്. പത്രസ്ഥാപനത്തിനുള്ളിൽ മാധ്യമപ്രവർത്തകർ കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്ത അന്തർദേശീയ മാധ്യമങ്ങളിൽ. അവാമി ലീഗ് ഓഫീസിന് നേർക്കും അക്രമികൾ ആക്രമണം നടത്തി. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ സ്വത്തുക്കൾക്കും വലിയ നാശനഷ്ടങ്ങൾ അവർ വരുത്തിവെച്ചു. വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് ശേഷം രാജ്യത്തുടനീളമുള്ള എല്ലാ പള്ളികളിലും ഹാദിയുടെ ആത്മാവിന് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന. ബംഗ്ലാദേശുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യ എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് എന്ന് ഇന്ത്യ പറയുന്നു. എന്നാൽ മറുവശത്ത് ബംഗ്ലാദേശ് നിരന്തരം ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്നു. അത്തരം പ്രവർത്തനങ്ങൾ തുടരുന്നു. ഖാദിയുടെ കൊലപാതകികൾ ഇന്ത്യയിലേക്ക് കടത്തിയിട്ടില്ല എന്ന നിലപാടിൽ തന്നെ ഇന്ത്യ നിൽക്കുന്നു. 2024 ഓഗസ്റ്റിലെ സംഭവങ്ങൾ ഇന്ത്യക്കും ബംഗ്ലാദേശിനുമിടയിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തി. തുടർന്ന് അധികാരത്തിൽ വന്ന മുഹമ്മദ് യൂനുസ് ഇന്ത്യക്കെതിരെ നിരന്തരം പ്രകോപന പ്രസ്താവനകൾ തുടരുന്നു. മറുവശത്ത് പാകിസ്ഥാനെ ചേർത്ത് പിടിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. ഇന്ത്യയെ മുറിക്കാനിറങ്ങിയ ഹാദിയെ അജ്ഞാതർ തീർത്തത് ബംഗ്ലാദേശിനെ കൂടുതൽ പരിഭ്രമത്തിലാഴ്ത്തുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.